നമ്മുടെ തിരക്കുകളിൽ നിന്ന് ഒന്ന് മാറി നിന്ന് ലൈഫ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ അതിന് പറ്റിയൊരു ബെസ്റ്റ് പ്ലേസ് ഉണ്ട്. യെസ്, അതാണ് ക്രാബി. മനോഹരമായ ഐലൻഡ്സും കടലിലും കരയിലും ഉയർന്നു നിൽക്കുന്ന ലൈംസ്റ്റോൺ ക്ലിഫുകളും വെള്ളമണലും തെളിഞ്ഞ കടലും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലം. ക്രാബിയിലെ ഹോങ് ഐലൻഡിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ക്രാബി ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്നത് 4 ഐലൻഡ് ടൂർ ആണ്. പക്ഷേ ക്രാബിയിലെ അൺഎക്സ്പ്ലോർഡ് പാരഡൈസ് ആണ് ഹോങ് ഐലൻഡ്. തൊട്ടടുത്തുള്ള ഹോങ് ലഗൂണിൽ ഒരു റൗണ്ട് അടിച്ച് നേരെ ചെന്ന് ഹോങ് ഐലൻഡിൽ ഇറങ്ങി. 3 മണിക്കൂറാണ് നമുക്കിവിടെ സമയം കിട്ടിയിരിക്കുന്നത്. കോറൽസ് നിറഞ്ഞ ഇവിടുത്തെ ബീച്ചിൽ സ്നോർക്കലിംഗ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. കുത്തനെയുള്ള 400 സ്റ്റെപ്പുകൾ കയറി മേലെ ചെന്നാൽ ഇവിടെ ഒരു കിഡിലം വ്യൂ പോയിന്റ് ഉണ്ട്. ഹൈക്കിംഗ് താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു ഹൈക്കിംഗ് ട്രെയിലും ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യം പോയത് വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ നിന്നുള്ള വ്യൂ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. നല്ല നീലക്കടലിൽ തലങ്ങും വിലങ്ങും പോകുന്ന ബോട്ടുകളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിതറക്കിടക്കുന്ന ലൈംസ്റ്റോൺ മലകളും കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നു പോകും. താഴെ ഇറങ്ങി നല്ല തണുത്ത മൊയ്റ്റോയും കുടിച്ച് കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി ഹോങ്ങിനോട് ചാച്ച പറഞ്ഞ് നേരെ അടുത്ത സ്ഥലത്തേക്ക് കോ ലാവോ ലാഡിംഗ്. ഏകദേശം 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് ഒരു ഏർലി ഡിന്നറും കഴിച്ച് നേരെ സൺസെറ്റ് കാണാൻ പോയി. ഈ ഐലൻഡ് ടൂറിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ സൺസെറ്റ് ആണെന്ന് ഞാൻ പറയും. കടലിന് നടുക്ക് നിർത്തിയിട്ട ബോട്ടിന്റെ മുകളിലെ ഡെക്കിലിരുന്ന് നല്ല കാറ്റും കൊണ്ട് ആ സൺസെറ്റ് കാണുന്നത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതും കഴിഞ്ഞ് ബയോലൂമിനസൻസ് അഥവാ കവര് കണ്ട് നേരെ ആവോനാങ്ങിലേക്ക്. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ.